ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ അപ്പത്തിൻ്റെയും പത്തിരിയുടെയും ചപ്പാത്തിയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല അടിപൊളി ഉരുളക്കിഴങ്ങിൻ്റെ കറിയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് ഉള്ളിൽ തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറിലോട്ട് 2 ഉരുളക്കിഴങ്ങ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു സവാള, കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഏകദേശം 3 വിസിൽ മതിയാവട്ടെ വെന്ത് കിട്ടാനായിട്ട്. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണ്ട ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ അടുത്തായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റ് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ അതേ രുചിയിലുള്ള ഉരുളക്കിഴങ്ങിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാം കേട്ടോ.